ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമുക്കറിയാം ഇപ്പോൾ എഐയുടെ കാലമാണ് അല്ലേ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പഴയ ഇമേജിനെ പുതിയതാക്കാനും നമ്മുടെ ഇമേജിനകത്ത് നഷ്ടപ്പെട്ട ഏതെങ്കിലും പോർഷൻസൊക്കെ നമുക്ക് ഈസി ആയിട്ട് റെക്കോർഡ് ചെയ്യാനെല്ലാം നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എഐ അല്ലേ. അപ്പോൾ അത്തരത്തിൽ ഒരു ഈ സൈറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ ഏതെങ്കിലും ഇമേജിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു സൈറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ആ ഒരു സൈറ്റിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ സൈറ്റ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ഒരു സൈറ്റിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ഒരു സൈറ്റിലോട്ട് വരാം, അല്ലെന്നുണ്ടെങ്കിൽ uncrop.com എന്ന് സെർച്ച് ചെയ്താലും മതി. അപ്പോൾ ഇതാണ് ആ ഒരു സൈറ്റിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു ഇമേജ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇമേജ്. അപ്പോൾ ഈ ഒരു ഇമേജ് കൂട്ടുകാർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ലാലേട്ടൻ്റെ ഒരു കൈ ഇവിടെ മിസ്സിംഗ് ആണ്. അതുപോലെ താഴോട്ട് കുറച്ച് പോർഷൻസ് ഒക്കെ മിസ്സിംഗ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. അപ്പം ഇവിടെ നോക്കാമെങ്കിൽ കുറച്ചധികം ഓപ്ഷൻസ് കാണാം. ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്ന കുറച്ച് ഓപ്ഷൻസ് കാണാം. ഈ റേഷ്യോസിൽ ഏത് വേണമെന്നെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ താണ്ട് ഈ ഒരു റേഷ്യോ ചൂസ് ചെയ്തു. എന്നിട്ട് ജനറേറ്റ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മാറ്റമാണ് ഈ ഒരു ഫോട്ടോയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ കൂട്ടുകാർക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ നേരത്തെ നമുക്ക് ഈ ഒരു കൈ ഇല്ലായിരുന്നു, ഷോൾഡറിൻ്റെ പോർഷൻസ് കുറച്ച് മിസ്സിങ് ആയിരുന്നു. ഇപ്പോൾ അത് റീജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഏത് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താലും ആ ഒരു ആസ്പെക്ട് റേഷ്യോയ്ക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ ആ ഒരു ഫോട്ടോയിൽ ഇപ്പോൾ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നതാണ് ഈ ഒരു സൈറ്റ്. ഇപ്പോൾ ഞാൻ അടുത്തൊരു റേഷ്യോ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ വന്ന മാറ്റം കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നതാണ്. നേരത്തെ ഈ ഒരു ഹാഫ് പോർഷൻ ആയിരുന്നു, ഈ ഒരു പോർഷനും കൂടെ വന്ന് ഇതിനു മുമ്പ് നമുക്ക് ഈ ഒരു കൈ ഇല്ലായിരുന്നു. ആ ഒരു കൈയും കൂടി ഇപ്പോൾ ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അടുത്ത റേഷ്യോ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ജനറേറ്റ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു റേഷ്യോയ്ക്ക് അനുസരിച്ച് എന്ത് മാറ്റമാണ് ആ ഒരു ഫോട്ടോയിൽ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. കണ്ടോ, ഒരു ഫുൾ എന്തോന്ന് കിട്ടി. അടുത്ത റേഷ്യോ ക്രിയേറ്റ് ചെയ്തിട്ട് ജനറേറ്റ് എന്ന് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു മാറ്റം ഇവിടെ ലഭിക്കുന്നതാണ്. കണ്ടോ, ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് നോക്കിയേ. വാ, സൂപ്പർ. സാക്ഷാൽ രവിവർമ്മയെ കൊണ്ടുപോലും ഇത്തരത്തിലോ ഇത് ഇമേജ് ജനറേറ്റ് ചെയ്ത് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സംഭവം പൊളിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് മാറ്റം വേണമെങ്കിലും ഇതിനകത്ത് വരുത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ ഒരു റേഷ്യോ ഒന്ന് ചൂസ് ചെയ്താൽ മതി. കണ്ടോ നമ്മുടെ ഒറിജിനൽ ഫോട്ടോ എന്തായിരുന്നു, ഇപ്പോൾ നമുക്ക് ലഭിച്ച ഫോട്ടോ നോക്ക്. കണ്ടോ എന്തൊക്കെ മാറ്റങ്ങളാണ് അതിനകത്ത് വരുത്തിയെടുത്തത്. ഇതിന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഡൗൺലോഡ് എന്ന ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഫോട്ടോസൊക്കെ എഐയുടെ സഹായത്തോടു കൂടി ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കണേ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.